BMC Sport News. നമസ്കാരം, BMC സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികത്തിൽ മണി എന്ന പ്രതിഭയ്ക്ക് പ്രണാമമർപ്പിച്ച് BMC പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബ്ലസൻ തെന്മല അണിയിച്ചൊരുക്കിയ അണയാത്ത മണിദീപം മാർച്ച് 7 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ബഹ്റിൻ മീഡിയ സിറ്റിയിൽ സംഘടിപ്പിച്ചു. തുടർച്ചയായ 5ാം വർഷമാണ് അണയാത്ത മണിദീപം എന്ന പരിപാടി BMCയുടെ ബാനറിൽ ബ്ലസൻ തെന്മല ഒരുക്കുന്നത്. പരിപാടിയിൽ മലയാള സിനിമാ സീരിയൽ അഭിനേതാവും കൈരളി TV വിവൽ മിമിക്സ് 2010 വിജയിയും ഗായകനും ഷോർട്ട് ഫിലിം ഡയറക്ടർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനുമായ നിസാം സാഗർ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയും മണിച്ചേട്ടൻ പാടി ജനമനസ്സുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങൾ ആലപിക്കുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സ്കൂൾ തലങ്ങളിൽ തന്നെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ആരംഭിച്ച് കേരളത്തെ ലഹരി വിമുക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് അവിടെ ഒരു വീട്ടിലാണ് സംഭവിച്ചെങ്കിൽ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ അതിലിടപെടുന്ന ഇന്ന് അവിടെയാണെങ്കിൽ നാളെ എൻ്റെ വീട്ടിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി എല്ലാ പ്രതിരോധവും സമൂഹം ഒന്നായി കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കപ്പുറത്തേക്ക് ഒന്നായി ഒരു കൂട്ടായ്മയായി സമൂഹം ഒന്നിച്ചിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതാണ് എനിക്ക് വളരെ വേദനാപൂർവ്വം ഈ സമയം ഓർമ്മിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മലയാളം, നമ്മുടെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മളുടെ കേരളം, നമ്മളിവിടെ ഇന്ന് പവിഴദ്വീപിൽ നിന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ നാട് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ നമ്മൾ പ്രവാസം ഉൾപ്പെടെയുള്ള സൗഹൃദങ്ങളും അതുപോലെയുള്ള കാരുണ്യ പ്രവർത്തകരും ഒക്കെ നമ്മുടെ നാടുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങണം. ആരും ഉറക്കം നടിക്കരുത്. നമ്മളുടെ അടുത്ത തലമുറ ഈ നാടിനെ നയിക്കേണ്ടവരാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഇറങ്ങണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മളെ സ്വയം വിമർശിച്ചുകൊണ്ട്, ഞാൻ എന്നെ തന്നെ സ്വയം വിമർശിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഇറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപകടമാണ്, വലിയ അപകടമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം, മുന്നിട്ടിറങ്ങണം. ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നാടൻ പാട്ടിനെ ജനകീയമാക്കിയ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു. കൂടാതെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിപ്പിക്കുന്ന കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിയെന്നും മുൻപൊന്നും കേൾക്കാത്ത രീതിയിലുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗുകൾ സുലഭമായി കേരളത്തിൽ ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാമൂഹ്യ വിപത്തിനെ മുന്നിൽ കണ്ട് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടത് അത്യാവശ്യമാണെന്നും കുട്ടികളും യുവാക്കളും രാസലഹരിയിൽ നിന്ന് കലയുടെ ലഹരിയിലേക്ക് മാറട്ടെ എന്നും അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി മാറ്റാൻ സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിച്ച അദ്ദേഹം ഏവർക്കും റമദാൻ ആശംസകൾ നേരുകയും ചെയ്തു. നാടൻ പാട്ടിൻ്റെ കുലപതി, രാജകുമാരൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ള മണിയേട്ടൻ ഓർമ്മയായിട്ട് ഇത് 9 വർഷം പിന്നിടുകയാണ്. തീർച്ചയായിട്ടും ബഹ്റിൻ മീഡിയ സിറ്റി രൂപീകൃതമായ അന്ന് മുതൽ എല്ലാ വർഷവും നമ്മുടെ പ്രൊജക്ട് മാനേജറായിട്ടുള്ള ബ്ലസൻ തെന്മല, അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു, മണിയേട്ടൻ്റെ ഓർമ്മകൾക്കായിട്ട് അണയാത്ത മണിദീപം എന്ന പേരിൽ ഇങ്ങനെയൊരു പരിപാടി എല്ലാ വർഷവും അവതരിപ്പിക്കാറുണ്ട്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. അതോടൊപ്പം തന്നെ BMCയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ഈ അവസരത്തിൽ, ഈ റമദാൻ പുണ്യമാസത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും അനുഗ്രഹ ആശംസകളും ഈ അവസരത്തിൽ ബഹ്റിൻ മീഡിയ സിറ്റിയുടെ പേര് നേരുകയാണ്. രാസലഹരിയിൽ നിന്ന് കലയുടെ ലഹരിയിലേക്ക് പുതിയ തലമുറയെ ആനയിക്കുവാൻ ഈ കലാഭവൻ ഫ്രാഞ്ചൈസിയുടെ സമ്മർ ക്ലാസ്സുകൾ അതിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാനാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാസലഹരി, രാസപദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഡ്രഗ്സാണ്. അതിൻ്റെ ലഹരി 1 മണിക്കൂർ വേണമോ, 1 ദിവസം വേണമോ, ഒരാഴ്ച വേണമോ എന്നൊക്കെ അതിൻ്റെ നിർമ്മാതാവാണ് തീരുമാനിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, പുതിയ തലമുറ, ലോകമെമ്പാടുമുള്ള വൻകിട കമ്പനികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കേരള ബ്രെയിൻ, ഇസ് ഇറ്റ് അണ്ടർ അറ്റാക്ക് എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിസാം സാഗർ അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു.
നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതികൾക്ക് മാറ്റം വന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമല്ല, എവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ, എവിടെ നമ്മൾ യോഗം ചേരുന്നുണ്ടോ, അവിടെയൊക്കെ ഇതിൻ്റെ അവയർനെസ്സിന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അണയാത്ത മണിദീപം അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മണിയുടെ അടുത്ത സുഹൃത്തും പ്രോഗ്രാം ഡയറക്ടറുമായ ബ്ലസൻ തെന്മല, മാധ്യമപ്രവർത്തകനും അവതാരകനുമായ EV രാജീവൻ എന്നിവർ കലാഭവൻ മണിയുടെ ഓർമ്മകൾ പങ്കുവച്ച് പരിപാടിയിൽ സംസാരിച്ചു. എനിക്ക് പറയാനുള്ളതെല്ലാം ആ പേരിനകത്തുണ്ട്. അണയാത്ത മണിദീപം. എൻ്റെ മനസ്സിനത് അണഞ്ഞിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കലാഭവൻ മണിയും ഈ ഒരു തലമുറയിൽ ഈ ഒരു നമ്പറിൽ മൂന്നാമത് നിൽക്കുന്ന തലത്തിൽ, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന തലത്തിൽ വളർന്ന ഒരു വല്ലാത്ത പ്രതിഭയാണ്, അസാമാന്യമായ പ്രതിഭയാണ്. രാസലഹരിക്കെതിരെയുള്ള ഒരു ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള കേരളത്തിൻ്റെ പൊതുമനസ്സ് ഒന്നിച്ചുണരുന്നതിൻ്റെ കൂടെ ഈ ഒരു ഷോയും നമുക്ക് കൂടെ നിൽക്കാം. മണിയുടെ മരണമില്ലാത്ത സ്മരണകൾ ത്രസിച്ചു നിന്ന പരിപാടിയിൽ ധന്യ രാഹുൽ കലാഭവൻ മണിയുടെ പാട്ടുകൾ മാത്രം ആലപിച്ച് പ്രശസ്തനായ ജോബിയായി, കോമഡി ഉത്സവം ഫെയിം അനിമോൾ എന്നിവർ കലാഭവൻ മണിയുടെ ഗാനങ്ങൾ അവതരിപ്പിച്ചു. രാജേഷ് പെരുങ്കുഴി, ഷൈൻ എന്നിവർ പരിപാടിയുടെ അവതാരകരായി പങ്കെടുത്തു. BMC സ്പോർട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം. BMC സ്പോർട് ന്യൂസ്.